ഫിഫ വേൾഡ് കപ്പിന്റെ നിർണായകമായ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ബ്രസീലും നോർവേയും ഇന്ന് നേർക്കുനേർ വരുന്നു. ടൂർണമെന്റിലെ പ്രിയപ്പെട്ടവരായ ബ്രസീൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനിറങ്ങുമ്പോൾ ചരിത്രപരമായ കണക്കുകൾ ബ്രസീലിന് അനുകൂലമല്ലാത്തതാണ് ഈ മത്സരത്തെ കൂടുതൽ കൗതുകകരമാക്കുന്നത്. ഇരു ടീമുകളും ഫേസ് ടു ഫേസ് പോരാട്ടങ്ങൾ കൂടുതൽ നടന്നിട്ടില്ലെങ്കിലും ബ്രസീലിന് ഇതുവരെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ലാത്ത ടീം എന്ന നിലയിൽ നോർവേ മികച്ച ആത്മവിശ്വാസത്തോടെയാണ് കളത്തിലിറങ്ങുന്നത്. 1998 ലോകകപ്പിൽ ബ്രസീലിനെ 2-1 തോൽപ്പിച്ചതാണ് നോർവേയുടെ ഏറ്റവും വലിയ നേട്ടം. ബ്രസീലിനെ സമനിലയിൽ തളക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനാൽ ഒരു വലിയ അട്ടിമറി ലക്ഷ്യമിട്ടാണ് ഏർലിംഗ് ഹാളണ്ടും സംഘവും ഇന്നെത്തുന്നത്. ഇരു ടീമുകളുടെയും നിലവിലെ ഫോമും തന്ത്രങ്ങളും കണക്കിലെടുക്കുമ്പോൾ അതീവ വാശിയേറിയ ഒരു പോരാട്ടത്തിനാവും ഇന്ന് കളമൊരുങ്ങുന്നത്. കാർലോസ് ആഞ്ചലോട്ടിക്ക് കീഴിൽ അച്ചടക്കമുള്ള ഫുട്ബോൾ കളിക്കുന്ന ബ്രസീൽ ജപ്പാനെതിരായ മത്സരത്തിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ സൂപ്പർ താരങ്ങളായ റഫീഞ്ഞ, ലൂക്കാസ് പക്വേറ്റ എന്നിവരുടെ അഭാവം ബ്രസീലിന് തിരിച്ചടിയാവും. പരിക്കേറ്റ ഇരുവരും ഇന്ന് സ്ക്വാഡിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൽ റഫീഞ്ഞയുടെ കാര്യത്തിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി ഫിറ്റ് അല്ലെങ്കിലും നിർണായക മത്സരമായതുകൊണ്ട് അദ്ദേഹത്തെ അന്തിമ 11-ൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡാനിലോ സാന്റോസ്, എൻട്രിക് അല്ലെങ്കിൽ ഗബ്രിയൽ മാർട്ടിനെലി എന്നിവരെ മധ്യനിരയിലും മുന്നേറ്റത്തിലുമൊക്കെയായി പരീക്ഷിക്കാനും ആഞ്ചലോട്ടി തയ്യാറായേക്കും. ബ്രസീലിന്റേത് എക്കാലത്തും ആക്രമിച്ചു കളിക്കുന്ന ശൈലിയാണ്. മികച്ച ഡ്രിബ്ലിംഗ്, വേഗതയേറിയ മുന്നേറ്റങ്ങൾ, അറ്റാക്കിംഗിൽ നെയ്മർ, വിനീഷ്യസ് ജൂനിയർ പോലെയുള്ള താരങ്ങളുടെ സാന്നിധ്യം, മധ്യനിരയിൽ കാസമീറോ നൽകുന്ന ബാലൻസ്, ഇതെല്ലാം ബ്രസീലിന് വലിയ മുൻതൂക്കം നൽകുന്നു. എന്നാൽ നോർവേയുടെ കാര്യമെടുത്താൽ സമീപകാലത്ത് നോർവേയുടെ വളർച്ച വളരെ ശ്രദ്ധേയമാണ്. പ്രതിരോധത്തിൽ അച്ചടക്കവും കൗണ്ടർ അറ്റാക്കുകളിൽ മാരകമായ വേഗതയും അവർക്കുണ്ട്. ഏർലിംഗ് ഹാളണ്ടിന്റെ സാന്നിധ്യം തന്നെയാണ് നോർവേയുടെ ഏറ്റവും വലിയ കരുത്ത്. അദ്ദേഹത്തിന് പന്തെത്തിക്കാൻ മാർട്ടിൻ ഓഡെഗാർഡ് പോലെയുള്ള ലോകോത്തര പ്ലേ മേക്കർമാരുള്ളത് നോർവേയെ അപകടകാരികളാണ്. ഏർലിംഗ് ഹാളണ്ടിന് ആവശ്യമായ പന്തുകൾ എത്തിച്ചു നൽകുക എന്നതായിരിക്കും അവരുടെ പ്രധാന ലക്ഷ്യം. വിനീഷ്യസ് ജൂനിയർ പോലെയുള്ള ബ്രസീലിയൻ താരങ്ങളെ തടയാൻ നോർവേയുടെ സോൺ ഡിഫൻസ് തന്ത്രം സഹായിക്കുമെന്ന് തന്നെയായിരിക്കും അവരുടെ പ്രതീക്ഷ. ബ്രസീൽ ആരാധകർ ആഞ്ചലോട്ടിയിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ചരിത്രത്തെ കൂട്ടിപ്പിടിച്ച് അത്ഭുതം സൃഷ്ടിക്കാനാവും നോർവേ ശ്രമിക്കുന്നത്. ഹാളണ്ടും വിനീഷ്യസും നേർക്കുനേർ പോരാടുന്ന ഇന്നത്തെ മത്സരത്തിൽ വിജയം ആർക്കൊപ്പമായിരിക്കും? ഹാളണ്ടിനെ പൂട്ടാൻ ആഞ്ചലോട്ടിയുടെ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? കാത്തിരുന്ന് കാണാം.